ശിവപൂജയിൽ ഒരു തെറ്റ് ചെയ്താൽ ദോഷം കിട്ടും എന്ന് കേൾക്കുമ്പോൾ അത് ഏത് തെറ്റാണെന്ന് പലർക്കും സംശയമുണ്ടാവാം. ശിവനെ ആരാധിക്കുമ്പോൾ നമ്മൾ അറിയാതെ വരുത്തുന്ന ചില പിഴവുകൾ നമ്മുടെ ഭക്തിക്ക് ദോഷകരമായി ബാധിച്ചേക്കാം. ശിവപൂജ എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യാം എന്നും അതിൽ ഒഴിവാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്നും നമുക്ക് നോക്കാം. പരമശിവൻ ഒരു സന്യാസിയും വൈരാഗ്യത്തിൻ്റെയും അഹങ്കാരത്തെ നശിപ്പിക്കുന്നതിൻ്റെയും പ്രതീകവുമാണ്. അതിനാൽ ശിവപൂജയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് യോജിച്ചതായിരിക്കണം. ഭക്തിയോടെ ചെയ്യുന്ന ഏത് ആരാധനയും ശിവൻ സ്വീകാര്യമാണ്. എന്നിരുന്നാലും ചില വസ്തുക്കൾ ശിവൻ അർപ്പിക്കുന്നത് വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. കൂവളത്തില, വെള്ളം, പാൽ, തേൻ, നെയ്യ്, ഭസ്മം എന്നിവ ഉപയോഗിച്ചുള്ള അഭിഷേകം ശിവപൂജയിലെ പ്രധാന ചടങ്ങുകളാണ്. ഇങ്ങനെ ഭക്തിയോടെ ചെയ്യുന്ന പൂജയിലും നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്യാറുണ്ട്. ഈ തെറ്റ് നമ്മുടെ ആരാധനയുടെ ഫലം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. മഞ്ഞളിന്റെ തിളക്കമുള്ളതും ലൗകികവുമായ പ്രതീകാത്മകത ശിവന്റെ സന്യാസ സ്വഭാവവുമായി സാധാരണയായി പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് ശിവൻ മഞ്ഞൾ സമർപ്പിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ആ തെറ്റ്. മഞ്ഞൾ സാധാരണയായി ദേവീ ആരാധനയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇത് സൗന്ദര്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശിവപൂജ പൂർണ്ണമാക്കാൻ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. മഞ്ഞൾ ഒഴിവാക്കി പകരം കൂവളത്തിലയും ഭസ്മവും ഉപയോഗിച്ച് ഭഗവാനെ ആരാധിക്കുക.